ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. പൈങ്കുളം റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് PK കൃഷ്ണദാസ്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. റെയിൽവേ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന് PK കൃഷ്ണദാസ്. കേരളത്തിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായി വീഴ്ച വരുത്തിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിട്ടും സ്ഥലം ഏറ്റെടുപ്പ് പോലുള്ള പ്രാഥമിക നടപടികൾ പോലും പൂർത്തിയാക്കാത്തത് സർക്കാരിന്റെ അനാസ്ഥയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മെല്ലെപ്പോക്കാണ് പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്നതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ മാരാത്തുകുന്ന്, മുളങ്ങുന്നത്തുകാവ്, പൈങ്കുളം എന്നിവിടങ്ങളിലെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വൈകിക്കുന്നതിന് കാരണം KRDCLന്റെ കെടുകാര്യസ്ഥതയാണ്. ആവശ്യമായ രേഖകളും സ്ഥലവും കൈമാറിയാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ റെയിൽവേ തയ്യാറാണ്. എന്നിട്ടും സർക്കാർ അലംഭാവം തുടരുകയാണെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. പൊതുജനങ്ങളുടെ താൽപര്യങ്ങൾ പരിഗണിച്ച് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ 54 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 54 മേൽപ്പാലങ്ങളും അതിനാവശ്യമായിട്ടുള്ള നിർമ്മാണ ചെലവ് റെയിൽവേ വഹിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് പൂർണ്ണമായും റെയിൽവേയുടെ ചെലവിലാണ് സംസ്ഥാനത്ത് 54 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. അതിൽ തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 3 റെയിൽവേ മേൽപ്പാലങ്ങളാണ്. ഒന്ന് ചെറുതുരുത്തി, 2 മുള്ളൂർക്കര, മറ്റൊന്ന് മാരാത്തൂൺ. വടക്കാഞ്ചേരി നഗരത്തിനടുത്താണ് മാരാത്തൂൺ ഈ മേൽപ്പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 3 മേൽപ്പാലങ്ങൾക്കും അതിനാവശ്യമായിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ, ഭൂമി ഏറ്റെടുക്കൽ, അതേപോലെ തന്നെ അലൈൻമെൻറ്റ്, അതോടൊപ്പം ഇതിൻ്റെ പ്ലാന്, ഇതൊക്കെ തയ്യാറാക്കേണ്ടത് കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്, KRDC. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, റെയിൽവേ മുഴുവൻ ചെലവും നൽകി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ മേൽപ്പാലങ്ങൾക്ക് ഇതിൻ്റെ ലാൻഡ് അക്വിസിഷൻ, സ്ഥലമേറ്റെടുപ്പ്, അതുപോലെ തന്നെ പ്ലാന്, GAD ഇതൊക്കെ തയ്യാറാക്കേണ്ടത് കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എന്നാണോ എപ്പോഴാണ് ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഈ കേരള റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലൂടെ KRDCയിലൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ മന്ത്രാലയം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റവും പെട്ടെന്ന് ആരംഭിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ അത് മാറ്റാൻ തയ്യാറാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഈ അലംഭാവം, ആലസ്യത, അത് മാറ്റാൻ അവർ തയ്യാറാകണം. എന്നാണോ അത് മാറ്റുന്ന പക്ഷം റെയിൽവേ ഈ മേൽപ്പാലം നിർമ്മിക്കാനുള്ള എല്ലാ പദ്ധതികളും അതുമായിട്ട് മുന്നോട്ട് പോകും. ന്യൂസ് ഡെസ്ക് CCV.